وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ കഴിവിന്റെ പരമാവധി പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവും. സൗദി അറേബ്യയിൽ ജീവിക്കുകയും പരിശുദ്ധ ഖുർആനിൽ പേര് പറയാൻ മാത്രം അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സഹാബികൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും പേരിൽ ഖുർആനിൽ സൂറത്തില്ല. എന്നാൽ മെലിഞ്ഞ് കറുത്ത് കുറുതായ ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാചകനല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്ത് ഖുർആൻ. അദ്ദേഹത്തെ പറ്റി ധാരാളം ഗുണപാഠങ്ങൾ പല കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിലെ ഒരു ന്യൂ ജനറേഷനെ വളർത്തിയെടുക്കാൻ എന്തൊക്കെ ഉപദേശവും ബോധവുമാണ് ഒരു കുട്ടിയിൽ രക്ഷിതാക്കളും സംഘടനകളും പ്രസ്ഥാനങ്ങളും മഹല്ലുകളും വളർത്തിയെടുക്കേണ്ടത് എന്ന് സൂറത്തുൽ ലുഖ്മാൻ മറച്ചു നോക്കിയാൽ കാണാം. ഞാനതൊന്നുമല്ല വിശദീകരിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, ഇന്ന് നമുക്ക് മാംസം കഴിക്കണം. മട്ടൻ, ആട് ആണ് കഴിക്കേണ്ടത്, ആട്ടിറച്ചി വാങ്ങണം. നീ ആട് ഇറച്ചി കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഒരാടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗം വാങ്ങി വരണം. ഭാഗം ഏതാത് പറഞ്ഞു കൊടുത്തില്ല, പൈസ കൊടുത്തു. മകൻ പോയി മട്ടൻ കിട്ടുന്ന സ്ഥലത്ത് പോയി ഒരാടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗം വാങ്ങിക്കൊണ്ടുവന്നു ബാപ്പന്റെ കയ്യിൽ കൊടുത്തു. ബാപ്പ കൊതി കഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗം അതന്ന് പാകം ചെയ്തു ഭക്ഷിച്ചു. പിന്നീട് അടുത്ത ആഴ്ച വീണ്ടും പറഞ്ഞു, ഇന്നും മട്ടൻ തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഇന്ന്
ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗമായിരിക്കണം വാങ്ങേണ്ടത്. അന്നും ഏതാണ് ആ ഭാഗം എന്ന് പറഞ്ഞു കൊടുത്തില്ല. മകൻ കഴിഞ്ഞ ആഴ്ച പോയ അതേ കടയിൽ ചെന്ന് അതേ വ്യക്തിയോട് ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗവും വാങ്ങി വന്നു. അന്നും പൊതി ബാപ്പന്റെ കയ്യിൽ കൊടുത്തു. ബാപ്പ പൊതി കഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഭാഗം തന്നെ. ഇത് കണ്ടപ്പോ ബാപ്പ പറഞ്ഞു, യാ ബുനയ്യ ഖദ് അസബ്ത റുഷ്ദ, നിനക്ക് വിവേകം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതേ ഭാഗമാണ് രണ്ടാഴ്ചയും വാങ്ങിയത്. രണ്ടാഴ്ചയും ഒരേ ഭാഗമാണ് വാങ്ങിയത്. രണ്ടാഴ്ചയും വാങ്ങിയത് ഒരേ ഭാഗമാണ്. അത് ഹൃദയമായിരുന്നു. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മാനസികമായി ഉണ്ടാവേണ്ട പരിവർത്തനത്തെ പറ്റിയാണ്. നോമ്പ് കൊണ്ടുണ്ടായത് ശാരീരികമാണ്. അത് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ വീണ്ടെടുത്ത്. ഇപ്പൊ എന്നെ കണ്ടാന്റെ ഭാര്യ പറഞ്ഞാൽ എന്താ അറിയോ, നോമ്പിന്റെ മുമ്പത്തെ അതേ കോലത്തിലേക്ക് ഇടുന്ന. കാരണം അത് മേക്കപ്പ് ചെയ്തു. മാനസികമായിട്ട് എന്ത് മാറ്റം ഉണ്ടായി? അത് നഫ്സുൽ അമ്മാറയെ നഫ്സുൽ ലവ്വാമയാക്കി മാറ്റണം. അതാണ് നോമ്പ് കൊണ്ടല്ല, മുഴുവൻ ഇബാദത്ത് കൊണ്ടും ഉണ്ടാവേണ്ടത്, പ്രത്യേകിച്ച് നോമ്പ് കൊണ്ട്. ആ ലവ്വാമത്തായ മനസ്സിന്റെ പ്രത്യേകത തിന്മയോടുള്ള വെറുപ്പ് മാത്രമല്ല, തിന്മ ചെയ്യുമ്പോൾ മനുഷ്യനെ ആക്ഷേപിക്കുക മാത്രമല്ല, നന്മയോടുള്ള ആർത്തിയും നന്മ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖവും അതിൻ്റെ മറ്റൊരു സ്വഭാവമാണ്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ നിരന്തരമായി തെറ്റിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. അതിനെ ഈമാനിലൂടെ, അമലിലൂടെ, ദുആയിലൂടെ ലവ്വാമത്തായ മനസ്സാക്കി മാറ്റണം. ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യനെ ആക്ഷേപിക്കുന്ന മനസ്സാണ്. അത് തെറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, നന്മയോടുള്ള ആർത്തി ആ മനസ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ഒരു നന്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ ദുഃഖവും സ്വാഭാവികമാണ്. പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ അള്ളാഹ് കൊടുത്തത് ഈ റുഷ്ദ. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു. അള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തത് ഈ റുഷ്ദാണ്, ഈ പക്വത. യതീമക്കളെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞു, ആ സമ്പത്ത് നിങ്ങൾ എപ്പോഴാണ് ഈ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത്? വഇൻ ആനസ്തും മിൻഹും റുഷ്ദ, അവർ വിവേകികളായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്തെ കൊടുക്കാവൂ. എന്താ ഈ വിവേകം? നല്ലതും ചീത്തയും വേർതിരിക്കുവാനും, നല്ലതിന്റെ ഗുണവും ചീത്തയുടെ ദോഷവും ആഴത്തിൽ മനസ്സിലാക്കുവാനും, ചീത്തയിലേക്ക് എന്തൊക്കെ പരപ്രേരണയുണ്ടെങ്കിലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റുവാനുമുള്ള മാനസികമായ പക്വതക്കാണ് റുഷ്ദ് എന്ന് പറയുക എങ്കിൽ ആ അവസ്ഥക്കാണ് നഫ്സുൽ ലവ്വാമ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുത്തബിഉ സുന്നah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അക്ഷരപൂജ നടത്തിയവൻ എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് അക്ഷരപൂജക്ക് എതിരാണ് പല ആളുകളും. റസൂലുള്ളാഹി പറഞ്ഞാലും നമ്മക്കൊന്ന് ആലോചിക്കണം എന്നാ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പറഞ്ഞ് ചെയ്ത് കാണിച്ചു തന്നാൽ അത് അങ്ങനെ തന്നെ പിൻപറ്റുന്നതിൽ സഹാബികൾക്കിടയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളെ പേരാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ, ഒരു മയ്യത്തിന്റെ കൂടെ പോയി അത് കുളിപ്പിക്കുകയും അത് കഫൻ ചെയ്യുകയും നമസ്കരിക്കുകയും മറമാടുകയും ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നതെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലം ഉണ്ട് എന്നാണ്. നിസ്കരിച്ചുകൾ പോരുകയാണെങ്കിലോ 1 ഖീറാത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ രണ്ടാമത്തെ ഹദീസ് കിട്ടിയില്ല. ഏത്? മറമാടലും കൂടി കഴിഞ്ഞു പോതാൽ 2 ഖീറാത്ത് പ്രതിഫലം കിട്ടും എന്ന ഹദീസ് അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ട്, പഠിക്കാത്തത് കൊണ്ട് അദ്ദേഹം നിസ്കരിച്ചിട്ട് പോരല്ല. അപ്പൊ 1 ഖീറാത്തേ കിട്ടും. അങ്ങനെ ഒരു മയ്യത്ത് സംസ്കൃതത്തിൽ നിസ്കരിച്ച് പോയിരുന്നത് കണ്ടപ്പോ ആരോ പറഞ്ഞു, ഇബ്നു ഉമർ നിങ്ങൾ പോവുകയാണോ? മറമാടാൻ നിന്നാ 2 ഖീറാത്ത് പ്രതിഫലം കിട്ടും. ആര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു. അല്ലോ, അങ്ങനെ ഉണ്ടോ? ആ സംശയം ഒന്ന് തീർക്കണല്ലോ. ഒരു കുട്ടിനെ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് അയച്ചു എന്നാണ്. ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ.
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഒരു മയ്യത്തിന്റെ കൂടെ അനുഗമിക്കുന്ന ആള് നമസ്കാര ശേഷം മറമാടുന്നതിന് മുമ്പ് തിരിച്ചു പോന്നാൽ ഒരു ഖിറാത്തും, മറമാടി തസ്ബീഹ് ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നെങ്കിൽ 2 ഖിറാത്ത് പ്രതിഫലം കിട്ടുമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഉമ്മ പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ എത്ര ഖിറാത്തുകളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ നന്മയോടുള്ള താല്പര്യം, ഇതാണ് നഫ്സുൽ ലവ്വാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ അടയാളം. നമുക്കിപ്പോ സുബീന്റെ സുന്നത്താണ് പോയാലും അത് നിസ്കരിക്കാണ്ട് കഴിഞ്ഞല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ എന്താ നഷ്ടപ്പെട്ടത്? റക്അതൈ മിനൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. എങ്ങനെ? ദുനിയാവ് മുഴുവൻ നിങ്ങളെ വേണ്ടി ആധാരം എഴുതി തരാൻ ലോകത്താർക്കാ സാധിക്കുക? കഴിയൂലല്ലോ. ഇനി അങ്ങനെ ചെയ്തു നിൽക്കുക, ദുനിയാവ് മുഴുവൻ നിങ്ങളെ പേർക്കാണ്ട് ആധാരം എഴുതി തന്നാൽ അതിനേക്കാൾ വലുതാണ് സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. എത്ര പേർക്ക് അറിയാം? ഇന്ന് അത് നഷ്ടപ്പെട്ട എത്ര ആൾ ഈ പള്ളിയിലുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നത്തെ ഒരു നഷ്ടം എനിക്ക് വന്നു നമുക്ക് തോന്നിക്കണോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉദ്ദേശിച്ച ബസ് കിട്ടിയില്ലെങ്കിലോ, അച്ചങ്ങായിന്റെ മോന്തയാണല്ലോ ഇറങ്ങിയപാട് കണ്ട് ആളെ കിട്ടാത്തതെന്ന് പറയും. അത് ഓന്റെ മനസ്സിൽ ദുഃഖമാണ്. ഓനെ കണ്ടതാപ്പ പ്രശ്നമായത്. ആ ബസ് കിട്ടാത്തത്, ഉദ്ദേശിച്ച ഫലം കിട്ടാത്തത്. നമ്മൾ ഇലക്ഷൻ വരാൻ പോവാണ്, അവനവന്റെ പാർട്ടി ജയിച്ചില്ലെങ്കിലോ എന്താ സ്ഥിതി? എത്ര ദുഃഖാണ്. നിസാര വോട്ടിനാണല്ലോ പോയത്. സഹോദരന്മാർ, അതൊക്കെ മരിച്ചാൽ തീർന്നില്ലേ? എന്നാൽ ഒരു നന്മ നഷ്ടപ്പെടുമ്പോ, നിസ്കരിക്കാത്ത ആളുടെ ഈ സദസ്സിൽ ഇരിക്കുന്ന ആളാരാന്നറിയോ? ശരീരത്തിന്റെ നികുതി കൊടുക്കാത്തവനാ. ശരീരത്തിന്റെ നികുതി ഏതാ? ദുഹ. ഇടക്കിടക്ക് നമ്മളെ കറണ്ടിന്റെ മീറ്ററിന്റെ അടുത്ത് വന്നിട്ട് ഒത്തങ്ങനെ ഏന്തി നോക്കി എഴുതുകയാണ്. എന്നിട്ടോ നീണ്ട ഒരു കടലാസ് ജനലുള്ളിൽ കൂടെ ഇടും. ഓനാരോടും കൊണ്ടൊന്നുമില്ല, ഓനാട് പോകും. പക്ഷെ അത് നമ്മൾ കണ്ടെടുത്ത് ആദ്യം നോക്കല് ഫീസ് ഊരിന്റെ ഡേറ്റ് ഏതാണ്. ഇത് കൊടുത്തില്ലെങ്കിലേ അപ്പ തന്നെ ചെക്ക് ചെയ്തില്ലേ? ഫോൺ എടുത്തിട്ട് പിന്നെ വാട്സപ്പിൽ അയച്ചില്ല സഹോദരന്മാരെ, ഗൂഗിൾ പേ അയച്ചു. എന്താ കാരണം? അത് കൊടുത്തില്ലേ പിറ്റേന്ന് കറണ്ട് ആവൂല. ഗ്യാസ് ഇപ്പോ ഗ്യാസായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഓരോരുത്തർ കാത്തു നിൽക്കുക. 45 ദിവസം കിട്ടണ കയ്യാണ് ഒരു കുറ്റി കിട്ടാൻ. അതുകൊണ്ട് വളരെ കരുതിയാ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം എന്റെ വില എന്താ. പക്ഷെ ഒരു നന്മയോട്, ഒരു ശരീരത്തിന്റെ നികുതി സഹോദര, ഹൃദയത്തിന്റെ വലത്തെന്നറിയോ? നിങ്ങൾ കണ്ടില്ലേ? എന്റെ മകന്റെ ജീവന് വേണ്ടി യാചിക്കാണ് അച്ഛൻ. ഒരു പിതാവ് കരൾ പൊട്ടിക്കരയാൻ. ഹൃദയത്തിന് തകരാറുണ്ട്. 45 ലക്ഷം രൂപന്റെ ഓപ്പറേഷൻ വേണം. അച്ഛൻ ഈ ലോകത്തുള്ള അറിയുന്നവരോടും അറിയാത്തവരോടും സോഷ്യൽ മീഡിയ കരയുന്നു, എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം. ഈ ഹൃദയം തന്നവനാരാ? അള്ളാഹു. അതിന്റെ നികുതി ഇന്ന് കൊടുത്തോ? നമുക്ക് വല്ല ബേജാറുണ്ടോ? ഒരു ബേജാറുമില്ല. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, വില്ലേജ് ഓഫീസിൽ ചെന്നാൽ എന്താ? ഒരു കുടിക്കടം കിട്ടണം. നികുതി അടച്ച കടലാസ് ഉണ്ടോന്ന് ആദ്യത്തെ ചോദ്യം. ഇല്ലേ? അടച്ചു വരാൻ പറയും. നികുതി അടച്ചു വാ. അള്ളാന്റെ അടുക്ക ചെന്നാലോ മസ്തിഷ്കത്തിന്റെ, നാഡിയുടെ, ശ്വാസകോശത്തിന്റെ, കരളിന്റെ, വൃക്കയുടെ, രക്തത്തിന്റെ, സഹോദരന്മാരെ നികുതി 2 റക്അത്ത് ദുഹ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അത് നിസ്കരിക്കാതെ അവിടെ വന്ന് കുത്തിരിക്കുമ്പോ പടച്ചോനെ ഇയാതൊരു പാതകം ചെയ്ത മനുഷ്യനാണല്ലോ ഞാൻ എന്ന് നമുക്ക് തോന്നിയോ? ഇതെല്ലാം തന്ന റബ്ബ്, ഇതെല്ലാം നൽകിയ റബ്ബ് രാത്രി 3 മണിക്ക് ശേഷം നമ്മെ തേടി അള്ളാഹ് ആകാശത്ത് വന്നു. ഇന്ന് ആ സമയത്ത് എണീറ്റ് റബ്ബേ നിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ, എന്റെ പാപം പൊറുത്തു തരണം എന്ന് പറഞ്ഞ് റബ്ബിനെ പരിഗണിക്കാത്ത ആളുകൾ എത്രയുണ്ട് ഈ പള്ളിയിൽ? പടച്ചോനെ ഈ വന്നിട്ട് അന്നെ കാണാൻ നീക്കാൻ കഴിയാത്തൊരു പതിതനായി പോലെ റബ്ബേ എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നിയോ? അള്ളാഹുവിന്റെ സംസാരമാണല്ലോ ഖുർആൻ. ഖുർആൻ ഒരു ജുസ് ഓതാത്തൊരു ദിവസം ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. സൂറത്തുൽ കഹ്ഫ് ഓതാത്തൊരു വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പൊ കേറി വരുന്നോ? തോന്നിയില്ലല്ലോ. ഇല്ല. വലിയൊരു നഷ്ടാണല്ലോ റബ്ബേ എനിക്ക് വന്നതെന്ന് നമ്മക്കാർക്കോ തോന്നിയോ? പരിശോധിക്കും. എന്താ പരാതി? ആള് വളരെ കുറവാട്ടോ, അങ്ങാടിയിൽ കച്ചവടം വളരെ കുറവാണ്. അതിന് ദുഃഖമുണ്ട്. എന്താ കാരണം? യുദ്ധം, പെണ്ണുങ്ങൾ പുറത്തിറങ്ങാതായി,
ഓട്ടോറിക്ഷക്കാർ പണിയില്ലാതായി, സൂപ്പർ മാർക്കറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, ബുക്ക് സ്റ്റാൾ ആളില്ല, പരാതിയുണ്ട് സഹോദര നമുക്ക്. എന്നാൽ ഇത് ഇത്രയും കാലം ഇതൊക്കെ തന്നല്ലോ നിങ്ങൾക്ക് അല്ലാഹു. എന്നിട്ടോ സ്വന്തം ശരീരത്തിന്റെ നികുതി കൊടുത്തോ ജനങ്ങളും. നന്മയോട് എന്താ ആഭിമുഖ്യ സഹോദരന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയും. 29ാമത്തെ ദിവസത്തിന് മാസം കണ്ടപ്പോ സന്തോഷാണോ ദുഃഖാണോ ഉണ്ടായത്? പടച്ചോനെ സാക്ഷ്യത്തിൽ പറയും, ഓ കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് തോന്നിയില്ലേ? ഇതാണോ ലവാമത്ത്? ആണോ? പരിശോധിക്കുക. അപ്പൊ എന്താ ലവാമത്ത്? നന്മയോടുള്ള ആഭിമുഖ്യം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 92ാമത്തെ ആയത്ത് ഇന്ന് വീട്ടിൽ പോയി പരിശോധിക്കണം. തബൂക്ക് യുദ്ധത്തിന് ഒരുങ്ങി വരുന്ന സഹാബികൾ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാവണം. എന്താ രക്തസാക്ഷിയായാല് 6 പ്രതിഫലമുണ്ട്. 1, അവർക്ക് ഖബർ ജീവിതമില്ല. 2, അവർക്ക് വിചാരണയില്ല. 3, അവർ മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകും. 6 പ്രതിഫലം എണ്ണി പറഞ്ഞു. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹു കട്ടന്തറിയായി പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയവർ മരിച്ചു പോയവരാണ് എന്ന് നിങ്ങൾ പറയരുത്. അവർ അള്ളാന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു. അവർ അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്നു. എനിക്ക് അവിടെ എത്തണം എന്ന ആഗ്രഹത്തോടെ തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന ഒരുപാട് സഹാബികൾ. അവര് വന്നപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, പൊന്നാര മക്കളെ, നിങ്ങളെ കയറ്റി കൊണ്ടുപോവാൻ ഒരു വാഹനമല്ല എൻ്റെ അടുത്ത്. ഒരു ഒട്ടകങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ആയുധമായി ഒരു കുന്തമോ വാളോ തരാൻ എൻ്റെ കയ്യിലില്ലല്ലോ. നിങ്ങളെ കൊണ്ടുപോവാൻ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പം തവല്ലൗ വഅഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസനാ, കരഞ്ഞുകൊണ്ട് പോയവർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അവർ എന്തിന്റെ പേരില കരഞ്ഞ സഹോദരന്മാരെ? യുദ്ധത്തിന് സെലക്ട് ചെയ്തതിന്റെ പേരിലാണോ, അതല്ല യുദ്ധത്തിന് പോകാൻ സാധിക്കാത്തതിന്റെ പേരിലാണോ? ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായി നിൽക്കുക. നിങ്ങളെയും യുദ്ധത്തിലേക്ക് ഗവൺമെന്റ് തെരഞ്ഞെടുത്താൽ പെണ്ണുങ്ങൾ ചിരിക്കലാണോ വിളിക്കലാണോ? ആലോചിക്കും. ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അവിടെ കുടുങ്ങിയ ആളുകളെ പറ്റി നമ്മൾ ആശങ്കയിലല്ലേ? എന്നാൽ ഈ യുദ്ധത്തിൽ ഒരുങ്ങി വന്ന, തബൂക്ക് യുദ്ധത്തിന് പോവാൻ വേണ്ടി ഒരുങ്ങി വന്ന പാവപ്പെട്ട സഹാബികൾ അവർ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രവാചകരെ രോഗം കൊണ്ടും അസുഖം കൊണ്ടും ബലഹീനത കൊണ്ടും സാമ്പത്തിക പ്രയാസം കൊണ്ടും ആയുധമില്ലാത്തതിന്റെ പേരിലും വാഹനമില്ലാത്തതിന്റെ പേരിലും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്കെതിരെ താങ്കൾ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കരുത് എന്ന് പറയുന്ന ഭാഗത്ത് സൂറത്ത് തൗബ 92ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇനി പറയാൻ പോകുന്ന ഒരു വിഭാഗത്തിന്റെ പേരിലും താങ്കൾ ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കരുത്. അവരാരാ? ഇദാ മാ അതൗക, അവർ നിന്റെ അടുക്കൽ വന്നിരുന്നു യുദ്ധത്തിൽ പോകാൻ. കുൽത, നീ അവരോട് പറഞ്ഞു, ലാ അജിദു, എന്റെ അടുക്കലില്ല, മാ അഹ്മിലുക്കും, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ ഒരു വാഹനമില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. രക്ഷപ്പെട്ട എല്ലാത്തിൽ സംഗതി വന്നും ചെയ്തു, കൂലി കിട്ടും ചെയ്തു, തടി കേടൊന്നുമില്ല. ചിരിക്കല്ലേ വേണ്ടത്? എങ്ങനെ പോയത്? തഫീദു മിനദ്ദംഇ ഹസനാ, ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടവർ തിരിച്ചുപോയി. ആ സഹാബികൾക്കെതിരിലും താങ്കൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ പ്രതികാര നടപടി സ്വീകരിക്കരുത്. അതാണ് ലവ്വാമത്തായ മനസ്സ്. യുദ്ധത്തിന് പോയ ബാപ്പ യുദ്ധത്തിന് പോയിക്കണ്, ഭർത്താവും പോയിക്കണ്, 2 മക്കളും പോയിക്കണ്. സ്വാഭാവികമായി ഭാര്യ കാത്തുക്കും, മകള് കാത്തു നിൽക്കും അല്ലെ? യുദ്ധത്തിന് പോയ സഹാബികൾ തിരിച്ചു വരുമ്പോ ബാപ്പ വരുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കുക, ഭർത്താവ് വരുന്നുണ്ടോ, മക്കള് വരുന്നുണ്ടോ? അപ്പൊ തന്റെ അടുക്കലുള്ള എത്തിയ സഹാബികളിൽ ചിലർ പറഞ്ഞു, ബാപ്പ രക്തസാക്ഷിയായിട്ടോ. ഓ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പിന്നെ നോക്കുക, ആരെ നോക്കണമെന്ന് മനസ്സിലാവില്ല. പിന്നെ വരുന്ന 2ാമത്തെ യോദ്ധാവ് പറഞ്ഞു, ഭർത്താവ് രക്തസാക്ഷിയായിട്ടോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ നോക്കല്ലേ, മക്കളയക്കുന്നു ചോദിച്ചു. പിന്നെ വരുന്നവർ പറഞ്ഞു, 2 മക്കളും രക്തസാക്ഷി അയക്കുന്നു കേട്ടോ. പിന്നെ നോക്കുന്നത്, പിന്നെ ആരെ നോക്കണത്? പിന്നെ ആരെ സഹോദരന്മാരെ നോക്കണത്? അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, മോളെ ഇനി ആരെ കാത്തിക്കണത്? 3 പോയി, ബാപ്പ പോയി, ഭർത്താവ് പോയി, മക്കള് പോയി.
ആരെന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചോ? അപ്പൊ എന്തായി? മകൻ എന്തായി ഞാൻ ചോദിച്ചോ? ഭർത്താവിന്റെ അവസ്ഥ ചോദിച്ചോ? നിങ്ങളോട് ഞാൻ ചോദിച്ചത് അള്ളാന്റെ റസൂലിനെ മറ്റോ പറ്റിക്കണമെന്നാ? ഇല്ല ഇല്ല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് കാണിച്ചു തന്നോ. ആ സഹോദരിയെ യൂദാക്കള് വടക്കളത്തിലേക്ക് കൊണ്ടുപോവുക. ദൂരെ നിന്ന് റസൂലിനെ കാണിച്ചു കൊടുത്തു, തൃപ്തിപ്പെട്ടില്ല. അടുത്ത് പോയി കാണാം, ശരീരത്തിൽ മുറിവ് പറ്റിനോല്ലേന്ന് അറിയണം. പ്രവാചകന്റെ നേരെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ആപാത ചൂടൊന്ന് നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സഹോദരി പറയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ. പ്രവാചകരെ, നിങ്ങൾ ആരോഗ്യത്തോടെ ആയുസ്സോടെ അപകടം പറ്റാതെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് പിന്നെ ഒരു മുസീബത്തുമില്ല. അതൊക്കെ പോട്ടേന്നല്ല, സ്വർഗത്തിലെത്തിയില്ലേ, പാപ്പ സ്വർഗത്തിൽ പോയില്ലേ, ഭർത്താവ് പോയില്ലേ, മക്കള് പോയില്ലേ, എന്തിനാ ഞാൻ ബേജാറാണ്? നിങ്ങൾക്ക് വല്ലതും പറ്റിയ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതാണ് നഫ്സുൽ ലവ്വാമ. ഇതാണ് നഫ്സുൽ ലവ്വാമ. നന്മയോടുള്ള ആധിക്യം, നന്മ നഷ്ടപ്പെട്ടാലുള്ള ദുഃഖം, അത് നിർവഹിച്ചാലുള്ള സംതൃപ്തി, ഇതാണ് നഫ്സുൽ ലവ്വാമ. അവിടേക്കാണ് നോമ്പ് ഒരു വിശ്വാസിയെ പരിവർത്തിപ്പിക്കേണ്ടത്. മത്സരമുണ്ടായി. ഏത് വിഷയത്തിലാ? നമ്മൾക്കിടയിൽ എവിടെ മത്സരം? വീട് നിർമ്മാണത്തിൽ. കാരണം പുയ്യാപ്പിളാര് വരാനുള്ളതാണല്ലോ. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ വീട് കണ്ണൂർ ജില്ലയിൽ വീട് തന്നെയാ. അതേതില്ലാത്തവൻ ഉണ്ടാക്കിയേ പറ്റൂ, കാരണം അത്രയും സൗകര്യം വേണം. അപ്പൊ മത്സരം ഉണ്ടാവും. വസ്ത്രത്തിൽ മത്സരമുണ്ട്, വാഹനം വാങ്ങുന്നിടത്ത് മത്സരമുണ്ട്, വിവാഹത്തിലെ മത്സരം ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? എന്നാൽ ലവ്വാമത്തായ മനസ്സുള്ള ഒരു സമൂഹത്തിൽ മത്സരം നടക്കല് നന്മയിലാ, ഇബാദത്തിലാ, പുണ്യകർമ്മത്തിലാ. പരിഭ്രമം ഉണ്ടാവലെന്താ അറിയോ? അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, ചെയ്യാൻ കഴിയാതെക്കുമ്പോഴാ. അല്ല, നമ്മേക്കാൾ കൂടുതൽ ചെയ്യുന്നവരെ കാണുമ്പോ ഇവന്റെ മനസ്സ് വേദനിക്കും. പടച്ചോനെ, എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലല്ലോ. നമ്മൾക്ക് ആരോടാ തോന്നുന്നറിയോ? വലിയ സൗകര്യമുള്ള ആളെ കാണുമ്പോ ഓന്റെ മാതിരി ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നാ. നഫ്സുൽ ലവ്വാമ. ആ വിധാനത്തിലേക്ക് ഇബാദത്ത് നമ്മെ പരിവർത്തിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചൊരു ലൈനുണ്ട്. എന്താ അറിയോ? ത്യാഗം ചെയ്യേണ്ടുന്ന സന്ദർഭം വരുമ്പോ തന്നെയും തന്റെ കുടുംബക്കാരെയുമാണ് പ്രവാചകൻ മുമ്പിലേക്ക് തള്ളുക. ബദർ യുദ്ധത്തില്, ദ്വന്ദ്വ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉത്തുബത്ത് കണ്ട് ചാടിയിട്ട് എന്നോട് എതിരിടാൻ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ 300 ചില്ലാനം സഹാബികളുണ്ടല്ലോ. ആരെ വേണമെങ്കിലും പ്രവാചകൻ പറഞ്ഞാൽ പോവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തുബത്തിനെ നേരിടാൻ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചത് മകളുടെ ഭർത്താവ് അലി അള്ളാഹുവിനെയാണ് കേട്ടോ, സ്വന്തത്തെ അല്ല, സ്വന്തം കുടുംബത്തെ. എന്നാൽ ആനുകൂല്യം കിട്ടുമ്പോഴോ, ഇങ്ങോട്ട് വല്ലതും കിട്ടുന്ന സന്ദർഭം വരുമ്പോഴോ തന്റെ കുടുംബത്തെ പിന്നോട്ട് വലിക്കും. എന്താ ഉദാഹരണം? സക്കാത്ത് സെല്ലുണ്ടാക്കി. സക്കാത്ത് സെല്ലുണ്ടാക്കിയപ്പോ സ്വാഭാവികമായിട്ട് ഒരു ആരോപണം വന്നു. ഇതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടത് മൂപ്പരായി കൊടുക്കുകയും വേണം. സംഘടിതമായിട്ടാ കൊടുക്കേണ്ടത്. അപ്പൊ പ്രവാചകന് കൊടുക്കണം. അപ്പൊ അള്ളാന്റെ റസൂലും പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതുവരെ പണിയെടുത്തത് എന്നൊരു ആരോപണം ഉണ്ടായി. എങ്ങനെയാ അള്ളാന്റെ റസൂല് ആ ആരോപണത്തെ നേരിട്ടത്? ഹംദും മിമ്പറിനെ കയറി, നിങ്ങളെല്ലാവരും മിമ്പറിന്റെ അടുത്ത് വരണം. എല്ലാവരും കയറി ഹംദും സലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞു, ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്, ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്. സക്കാത്തിന്റെ മുതല് മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും വാങ്ങൽ അനുവദനീയമല്ല. ലോകത്ത് ഏത് നേതാവിനാ പറയാൻ പറ്റുക? ലോകത്ത് ഏത് നേതാവാ പറയാ? എന്നാൽ ത്യാഗം ചെയ്യുമ്പോ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും. ഒരിക്കൽ ഇശാ നിസ്കരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണല്ലോ ഒരാൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? തന്റെ 9 ഭാര്യമാരടുക്കലേക്കും 9 കുട്ടികളെ പറഞ്ഞയച്ചു. വീട്ടിൽ വല്ലതുണ്ടോ? എന്തിന്? ആ നന്മ എനിക്ക് കിട്ടണം. ആ വിശക്കുന്നവന്റെ വിശപ്പ് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അത് വിട്ടുകൊടുത്തുകൂടാ. 9 ഭാര്യമാരെ വീട്ടിൽ ഒരു സാധനം ഇല്ല എന്ന് ഉറപ്പായതിന് ശേഷമാണ് ഇയാൾ നിങ്ങൾ ആരെങ്കിലും സൽക്കരിക്കോ എന്ന് റസൂൽ ചോദിച്ചു. അതാണ് നന്മയോടുള്ള സാമീപ്യം. ഇതാണ് നഫ്സുൽ ലവ്വാമ. എങ്കിൽ
നമ്മുടെ മനസ്സ് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് മാറും. അതാണ് നഫ്സുൽ മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. തലഭാഗത്ത് വന്നു നിന്ന് മലക്കുൽ മൗത്ത് നമ്മുടെ ആത്മാവിനെ വിളിക്കുന്ന വിളിയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ സമാധാനമടഞ്ഞ ആത്മാവായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മലക്കുകളുടെ സ്വാഗത ഗാനം കേട്ട് ഹർഷപുളകിതരായി തന്റെ ആത്മാവിനെ മലക്കുകളുടെ കയ്യിലേക്ക് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴുക്കുന്ന ലാഘവത്തോടെ ഏൽപ്പിച്ച അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നഫ്സുൽ ലവ്വാമയായി നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ ഇബാദത്തിലൂടെ, ദുആയിലൂടെ, ഈമാനിലൂടെ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബില്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഏപ്രിൽ മാസമാണ്, അവധിക്കാലമാണ്. രണ്ട് നിഅമത്ത് അധിക ആളുകളും അത് ദുരുപയോഗപ്പെടുത്തലാണ് എന്ന് നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അസ്വിഹ, ആരോഗ്യം. രണ്ട് വൽ ഫറാഹ്, ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയം ഏറ്റവും നല്ല നിലയിൽ ചിലവഴിക്കപ്പെടാനുള്ള സാഹചര്യം രക്ഷിതാക്കളും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പ്രയോജനകരമായ യാത്രകൾ, കുടുംബസമേതമുള്ള യാത്രകൾ, ഹറാമുകളോ നിഷിദ്ധങ്ങളോ കലരാത്ത ടൂറുകൾ, അതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ്സുകൾ, ഇനി ഖുത്ബക്ക് പോകുമ്പോൾ, ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ, മരിച്ചോടത്ത് പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ മക്കൾ കൂടെ ഉണ്ടാവണം. കാരണം ഇതുവരെ പഠനം പറഞ്ഞിട്ടാണ് മാറ്റി വെച്ചത്. അങ്ങനെ നമ്മളെ കൂടെ കൊണ്ടു നടന്ന് ഈ അവധിക്കാലം അവർക്കൊരു മുഷിപ്പില്ലാത്ത രൂപത്തിൽ പ്രയോജനകരമായി ചെലവഴിക്കപ്പെടാവുന്ന ഒരവസ്ഥ, ടൈം ടേബിൾ ഓരോ രക്ഷിതാവും വീട്ടിൽ ഉണ്ടാക്കണമെന്ന് ഒറ്റ വാക്കിൽ ഉണർത്തുന്നു. രണ്ടാമത്തത്, നമ്മുടെ പള്ളിയിൽ റമളാനിൽ നിർത്തിവെച്ച വെള്ളിയാഴ്ച രാത്രിയുള്ള ഖുർആൻ ലേണിംഗ് ക്ലാസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ 10-70 ആള് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മയ്യത്തുമെന്ന് പേമ്പോണ മാതിരിയാണ് ഓരോന്ന് പോയത്. ഖുർആനാണ്. ഖുർആൻ പഠിച്ചാലുള്ള ഗുണം, നമ്മൾ ഒറ്റപ്പെടുന്ന സമയം സത്യത്തിൽ സക്കറാത്തിലാണ്. കോടിക്കണക്കിന് ഉറുപ്പികൾക്ക് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ മെഡിക്കൽ സയൻസ് കൈമലർത്തും. ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ല എന്ന് AKG എന്ന് പറയുന്ന അർത്ഥം. പൈസ ഉണ്ടായിട്ട് കാര്യമല്ല. അള്ളാഹു ഖുർആൻ മുറുകെ പിടിച്ച മനുഷ്യന് അപ്പം മലക്കളെ സഹായം കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് കൊടുക്കൽ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ച ആൾക്കാണ്. അപ്പൊ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ഒറ്റപ്പെടുമ്പോ. ഖബറിലെത്തിയാല് ഖബറിന്റെ ഏത് ഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാലും അത് തടുക്കാനുള്ള അധികാരം ഖുർആനാണ്. നിസ്കാരത്തിന് വലത് ഭാഗത്തൂടെ വരുമ്പോൾ തടുക്കാനുള്ള അധികാരം ഉണ്ടാവും. നിസ്കരിച്ച മനുഷ്യന്മാർ ഖബറിൽ വെക്കുമ്പോൾ ഫർളായ നമസ്കാരം തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. ഞാൻ പലപ്പോഴും മിമ്പർമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്ത് സക്കാത്താണ് ഉണ്ടാവുക. ആ ഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാൽ സക്കാത്തിനെ തടുക്കാൻ അധികാരമുള്ള നിസ്കാരത്തിനും നോമ്പിനും ഉണ്ടാവില്ല. അത് സക്കാത്ത് കൊടുക്കാത്തവർക്ക് അത് ഉണ്ടാവില്ല. ഇടത് ഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാൽ നോമ്പാണ് തടുക്കുക. നോമ്പ് ആയിണെങ്കിൽ, അല്ലെങ്കിൽ തടുക്കൂല. എന്നാൽ ഖബറിന്റെ ഏത് ഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാലും തടുക്കാൻ അധികാരം അള്ളാന്റെ ഖുർആനുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ചെലവഴിക്കുന്നത് ഒരു നഷ്ടമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞാൻ ഒറ്റപ്പെടുന്നത് സക്കറാത്തിലാണെങ്കിൽ എനിക്ക് ആശ്വാസമായി അള്ളാഹു മലക്കളയക്കണമെങ്കിൽ ഈ ഖുർആൻ ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഖബറിൽ ഒറ്റപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഖബറിൽ വെച്ച മനുഷ്യന്മാരെ സന്ദർശിക്കലും പ്രാർത്ഥിക്കലൊന്നും ഇനിയുള്ള കാലത്ത് നമ്മളെ മക്കൾക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ പോയല്ലോ.
നമ്മളെ വാപ്പാന്റെയും വലിയ കബർത്ത് പോലല്ലോ, പിന്നെ എങ്ങനെ മക്കൾ വരിക? അങ്ങനെ ഒരു സമ്പ്രദായം മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതുമില്ല. അപ്പൊ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമുക്കുള്ളത് നമ്മൾ ചെയ്തു വെക്കുക. അതാണ് ഖുർആൻ. ഖബറിൽ സംരക്ഷണം ഒരുക്കും ഖുർആൻ. മരിച്ച് ഖബറിൽ എണീറ്റ് വരുമ്പോഴോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ഖബറാളികൾ ഖബറിൽ എണീറ്റ് വരുമ്പോ ഒരു ഖബറിൽ തന്നെ ഒരുപാട് ആളുകൾ വരും, ആയിരക്കണക്കിന് ആളുകൾ വരും, ആണും പെണ്ണും വരും. എല്ലാവരും വിവസ്ത്രരായിട്ടാണ് ഇവർ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില ഖബറിന്റെ പുറത്ത് നല്ല വസ്ത്രം ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നു. ഓം വിചാരിച്ച ആള് വരാൻ കാത്തിക്കുക. ഖബറിൽ പലരും വരുന്നുണ്ട്, മൂപ്പര് മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ വിചാരിച്ച ഒരാൾ ധാരാളം കാത്തിക്കുക. അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ആള് വന്നാൽ ഓടിച്ചെന്ന് കൈ കൊടുത്ത് ചോദിക്കും, ഇന്നറിയോ? അറിയൂല, കാരണം ആദ്യമായിട്ട് കാണുകയാണ്. അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ കൂട്ടുകാരനായ ഖുർആൻ. അപ്പൊ ഖുർആൻ ആരാവണം? കൂട്ടുകാരനാവണം. നമ്മളെ കൂട്ടുകാരൻ ആരാന്നറിയോ? മൊബൈലാണ്. നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ വെക്കൽ ഏതാ? മൊബൈലാണ്. സുബീക്ക് വരുമ്പോഴും ഞാനിങ്ങനെ ആര് വിളിക്കാൻ ആ സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പോഴും കാണാൻ ചൂട്ട് പിടിക്കുന്ന മാതിരി പിടിച്ചു വരുന്നു. ഇത് മുമ്പിൽ വെക്കുക. സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിന്റെ മുമ്പ് ഊപ്പര മയത്തി നോക്കുക. ആരും വിളിച്ചില്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. വിളിച്ചാലോ അസ്തഗ്ഫിറുല്ല. ആരാ കൂട്ടുകാരൻ? അല്ലേ? നമ്മളെ വീട്ടിലൊന്നും ഒരു സാധനം വെച്ചോടുത്ത് കാണൂലല്ലോ. നിങ്ങളെ വീട്ടിലെ കഥ എന്താ? എന്റെ വീട്ടിൽ അങ്ങനെയാ. ഈ നൈൽ കട്ടർ വളരെ അപൂർവ വസ്തുവാണ്. കത്തി, പേന, ഇതൊന്നും വെച്ചോടുത്ത് കാണൂല. മുസാബോ വെച്ചോടുത്താണ്. കാരണം എന്താ? ഒരു കുട്ടി തൊടൂല. നമുക്കതിന്റെ ആവശ്യമല്ല. എങ്കിൽ ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും സഹോദരന്മാരെ, ഈ കാത്തു നിൽക്കുന്ന സുന്ദരനായ മനുഷ്യൻ ഈ ഖബറിന് നീച്ചു വരുന്ന ഖുർആൻ പഠിച്ച ആളെ കൈപിടിക്കുന്നു. ആ പിടുത്തം സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുന്നവരെ വിടൂല. അതാണ് അൽ ഖുർആനു ഹബ്ലും മംദൂദും മിനസ് സമാ. ആകാശത്ത് കീഴ്പോട്ടിറക്കപ്പെട്ട അള്ളാന്റെ കയറാണ് ഖുർആൻ. പിടിച്ചോളൂ. ഖാദഹു ഇലൽ ജന്ന. അത് നിങ്ങൾ ആ പിടുത്തം സ്വർഗത്ത് കൊണ്ടുപോയാക്കും. ഹൗദിന്റെ കരയിൽ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ ഖുർആൻ നമ്മൾക്ക് വാങ്ങിത്തരും. വലത് കയ്യിൽ കർമ്മരേഖ വാങ്ങിത്തരും. വിചാരണ സമയത്ത് അള്ളാനോട് നമുക്ക് വേണ്ടി ഖുർആൻ തർക്കിക്കും. അൽ ഖുർആൻ വസ്സിയാമു യുസ്ഫഹാനു ലിൽ അബ്ദ്. നോമ്പ് കാലത്ത് കേട്ട് പരിചയിച്ച ഹദീസ് അല്ലേ അത്? നമുക്ക് വേണ്ടി തർക്കിക്കും. സിറാത്തിൽ കാലടറി ജഹന്നമിലേക്ക് വീഴാതിരിക്കാൻ കൈപിടിക്കാൻ സഹോദരങ്ങളെ ഖുർആൻ അല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ 2 കാലും സ്വർഗത്തിക്കാട്ട് വെച്ചിട്ട് മഅസ്സലാമ. ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ എന്റെ ഖുർആൻ ക്ലാസ്സിൽ വേണം നല്ല പറഞ്ഞിട്ടോ. ഖുർആൻ പഠിക്കണം. അതിൽ സൗകര്യം ഇവിടെ ഉണ്ട്. അതിൽ ആദ്യം കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പിന്നെ മറട്ടോണ്ട് വരുന്നതും വരാത്തതും മനസ്സിലാവില്ല. അങ്ങനെ ഗുണമുണ്ട്. കാരണം ആരൊക്കെ അപ്പുറത്ത് ഉള്ളതും ഇല്ലാത്തതും നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് സൗകര്യമായിട്ട് വരാണ്ടിരിക്കാം. വന്നൊരു 3-4 ആള് ആ മുമ്പിൽ വന്നിരുന്നാൽ മതി. ഇതൊക്കെ അള്ളാന്റെ അടുക്കൽ എത്തുമ്പോഴേ മനസ്സിലാവും. മൂക്ക് മണ്ണിൽക്ക് വെക്കുമ്പോഴേ ഇതിന്റെയൊക്കെ വില മനസ്സിലാവും. നല്ലോണം മനസ്സിലായിക്കോളി. മഹല്ല് കമ്മിറ്റിക്കും സംഘടനകൾക്കും സൗകര്യം ചെയ്യാനേ കഴിയൂ. ആളെ കയറിട്ട് വലിച്ചുകൊണ്ടുവരാൻ കഴിയൂല. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. സഹാബികൾ അങ്ങനെയാണ് ഖുർആൻ പഠിച്ചത്. അത് നമ്മൾ ആരംഭിക്കുക. ഇന്നലില്ലാഹി ലഅഹ്ലീൻ. അള്ളാഹ്ക്ക് ചില ബന്ധുക്കളുണ്ട് ദുനിയാവിൽ. ആരാ അള്ളാന്റെ ബന്ധുക്കൾ? അഹ്ലുൽ ഖുർആൻ. അത് പഴയങ്ങാടുള്ളതല്ല, ഖുർആൻ പഠിക്കുന്ന ആളുകൾ. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി ഖാസ. വിടൂല, ഖുർആൻ സംരക്ഷിക്കും. അതുകൊണ്ട് അള്ളാന്റെ ബന്ധുക്കളാവാൻ തയ്യാറുള്ള ആളുകളുണ്ടോ? ഖുർആൻ പഠിക്കുക. നമ്മളെ പള്ളിയുടെ ദൈനംദിന ചെലവിലേക്കായി നമ്മൾ നടത്തുന്ന കളക്ഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയാണ്. പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിൽ കുടുംബസമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും തറാവിയും ഖുർആൻ പാരായണവും സദഖയും ഇഅ്തികാഫും ദിക്റും ദുആയും എല്ലാ സൽക്കർമ്മങ്ങളും എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അതിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ പ്രതിഫലത്തിലും ഞങ്ങളെ നീ അർഹരാക്കണേ റഹ്മാനെ. മരണം വരെ ഈ ഇബാദത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ.